എന്താണ് ആർട്ടിക്കിൾ 13 എന്ന് പരിശോധിച്ചാലോ? അപ്പോൾ ആർട്ടിക്കിൾ 13 പറയുന്നത് ദാറ്റ് ഈസ് ഫണ്ടമെൻ്റൽ റൈറ്റ്സുമായി പൊരുത്തപ്പെടാത്ത ഒരു ലോയോ, ഏതൊരു ലോയോ, അല്ലെങ്കിൽ അത് ഫണ്ടമെൻ്റൽ റൈറ്റ്സിനെ അവഹേളിക്കുന്ന ഏതൊരു ലോയോ ആയിക്കോട്ടെ, അത് കോൺസ്റ്റിറ്റ്യൂഷൻ പരമായിട്ട് ഇൻവാലിഡ് ആയിരിക്കും. അതാണ് ആർട്ടിക്കിൾ 13 എന്ന് പറയുന്നത്. അപ്പോൾ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ, ദാറ്റ് ഈസ് ഒരു കോൺസ്റ്റിറ്റ്യൂഷനിൽ ഒരു ലോ വാലിഡ് ആണോ ഇൻവാലിഡ് ആണോ എന്ന് നോക്കാനായിട്ട് ആ ഒരു പവർ കൺഫർ ചെയ്തുകൊണ്ട് നമ്മുടെ സുപ്രീം കോടതിനും ഹൈക്കോർട്ടിനുമാണ്. ദാറ്റ് ഈസ് ജുഡീഷ്യൽ റിവ്യൂ കൂടെ. ദാറ്റ് ഈസ് ഹൈക്കോർട്ടിന് ആർട്ടിക്കിൾ 226ഉം സുപ്രീം കോടതിക്ക് ആർട്ടിക്കിൾ 32ലാണ് ജുഡീഷ്യൽ റിവ്യൂ എന്ന പവർ നൽകിയിട്ടുള്ളത്. ആർട്ടിക്കിൾ 13 വേറൊരു കാര്യവും കൂടി പറയുന്നുണ്ട്. എന്ന് വെച്ചാൽ അമെൻമെൻറ്റ്സ് ഒരു ലോ അല്ല, സോ ഇറ്റ് കനോട്ട് ബി കോർട്ടിൽ ചാലഞ്ച് ചെയ്യാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. പക്ഷേ ഈ 1976 കേശവാനന്ദ ഭാരതി കേസിൽ സുപ്രീം കോടതി ഇതിനെ ചാലഞ്ച് ചെയ്യാണ്. ഇഫ് ദാറ്റ് ഈസ് അത് ഒരു അമെൻമെൻറ്റ് ഫണ്ടമെൻ്റൽ റൈറ്റ്സിനെ വയലേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇറ്റ് ക്യാൻ ബി ചാലഞ്ച്. നമ്മൾ കോർട്ടിൽ നമുക്ക് ചാലഞ്ച് ചെയ്യാൻ പറ്റുമെന്നാണ് ഈ ഒരു കേസിലൂടെ സുപ്രീം കോടതി വേർഡിക്റ്റ് വരണം. അപ്പോൾ ഇത്രയ്ക്ക്